ഹായ് ചിൽഡ്രൻ, ഇന്ന് നമ്മൾ മിസ്റ്റീരിയസ് പിക്ചർ എന്ന പാഠത്തിൽ 8ാം ക്ലാസ്സിൻ്റെ മിസ്റ്റീരിയസ് പിക്ചർ എന്ന പാഠത്തിൽ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കത് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടുത്ത പാഠത്തിലേക്ക് കടക്കാം. അപ്പോൾ മിസ്റ്റീരിയസ് പിക്ചറിൽ ഏകദേശം ഓൺലൈൻ ക്ലാസ്സിൽ മിസ്റ്റീരിയസ് പിക്ചർ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഇനി അതിലുള്ളത് നമ്മൾ ക്യാപ്റ്റൻ ഓഫ് ദ ഗാഡ്സിൻ്റെ ക്യാരക്ടർ സ്കെച്ച് പഠിച്ചു. അതുപോലെ അതിൽ 2 ക്യാരക്ടർ സ്കെച്ചും കൂടിയുണ്ട്. ഒന്ന് ടൈലിൻ്റെയും ഒന്ന് ആർച്ച് ഡ്യൂക്കിൻ്റെയും. അപ്പം അത് ഒരു വേർഡ് ബബിളായിട്ട് വേർഡ് സൺൻ്റെ രൂപത്തിൽ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതണമെന്ന് നോക്കാം. ഇപ്പോൾ ആർച്ച് ഡ്യൂക്ക് എടുക്കുകയാണെങ്കിൽ അവിടെ 8 കോളം വരെ കൊടുത്തിട്ടുണ്ട്, ബബിൾസ് വരെ കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ആണ് കൊടുത്തിരിക്കുന്നത്, വേർഡ്സ് എന്നാണത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ എഴുതാമെന്ന് നോക്കാം. ആർച്ച് ഡ്യൂക്ക് വാസ് എ സ്റ്റൗട്ട് പേഴ്സൺ. സ്റ്റൗട്ട്. ഹി വാസ് എ മിഡിൽ ഏജ്ഡ് മാൻ. ആദ്യത്തെ സ്റ്റൗട്ട്, മിഡിൽ ഏജ്ഡ്, ഓൾവേസ് വെയർസ് ഹിസ് ഗോൾഡ് യൂണിഫോം. Then he is very sincere and just. He is very generous and pompous. He is majestic. He favors artists and he loves painting. ഇത്രയും പോയിന്റ്സ് ആർച്ച് ഡ്യൂക്കിനെ കുറിച്ച് എഴുതാം. അപ്പം ഞാനത് ഒന്നുകൂടി പറഞ്ഞുതരാം. ആർച്ച് ഡ്യൂക്ക് വാസ് ദ റൂളർ ഓഫ് ബാറ്റൻബർഗ്. അതൊരു കോളത്തിൽ എഴുതാം. ദ ആർച്ച് ഡ്യൂക്ക് വാസ് ദ റൂളർ ഓഫ് ബാറ്റൻബർഗ്. ഹി വാസ് എ സ്റ്റൗട്ട് middle-aged man, always in his uniform, royal uniform. He is very sincere and just. He has a majestic look. He has a majestic look. He is generous and pompous. Then he loves artists and favors them, and he also likes painting. ഇത്രയും കാര്യങ്ങൾ ആർച്ച് ഡ്യൂക്കിനെ കുറിച്ച് ക്യാരക്ടർ സ്കെച്ച് എന്നാൽ എഴുതാം. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ സ്റ്റൗട്ട്, മിഡിൽ ഏജ്ഡ്, ഓൾവേസ് വെയർസ് ഹിസ് യൂണിഫോം, ദെൻ റൂളർ ഓഫ് ബാറ്റൻബർഗ്, മജസ്റ്റിക്, സിൻസിയർ ആൻഡ് ജസ്റ്റ്, generous and pompous, then favors artist and loves painting. ഇത്രയും കാര്യങ്ങൾ ആ വേർഡ് സണ്ണിൽ എഴുതുക. എന്നിട്ട് അതെല്ലാം കൂടെ ചേർത്ത് ഒരു പാരഗ്രാഫായിട്ട് എഴുതാം. അടുത്തത് ടൈലാണ്. ടൈലിനെ കുറിച്ച് 8 പോയിന്റ്സ് അവിടെ എഴുതാനായിട്ട് വേർഡ് സൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തത് ഹി വാസ് എ ഫ്ലമിഷ് പെയിൻറ്റർ. ദെൻ he was a cunning fellow. He was also a tricky fellow. Then he always wanders in his donkey. Then he wears a cap with 3 feathers on it. He was slim. He looks like a skeleton, and he also enjoys ഫ്രീഡം ഓൺ ക്രിയേറ്റിവിറ്റി. ഇത്രയും കാര്യങ്ങൾ വേണം ആ ബോക്സിൽ എഴുതാൻ. എന്നിട്ട് അതെല്ലാം കൂടെ ചേർത്ത് പാരഗ്രാഫായിട്ട് എഴുതാം. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ടൈൽ വാസ് എ ഫ്ലെമിഷ് പെയിൻറ്റർ. ഹി വാസ് എ കണ്ണിങ് ഫെലോ. ഹി വാസ് ഓൾസോ എ ട്രിക്കി ഫെലോ. ഹി ഓൾവേസ് വാണ്ടേഴ്സ് ഇൻ ഹിസ് ഡോങ്കി.
Then he wears a cap with 3 feathers on it. Then he was slim. He looks like a skeleton. Then he loves freedom on creativity. ഇത്രയും പോയിന്റ്സ് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ടൈല് എഴുതാം. അപ്പം ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ്, ആർച്ച് ഡ്യൂക്ക്, ടൈല്, ഇതിൽ ഏതെങ്കിലും ഒന്ന് 5 മാർക്കിന് ക്യാരക്ടർ സ്കെച്ചിന് ചോദിക്കാം. അപ്പം അത് പഠിക്കുക. ബാക്കി മിക്ക എക്സസൈസുകളും ഓൺലൈൻ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. അത് നിങ്ങളെല്ലാവരും നോട്ടിൽ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കതിലൊരു അനൗൺസ്മെൻറ്റ് തന്നിരുന്നു. നരേഷൻ എങ്ങനെയാണ് എഴുതേണ്ടത്, ഫസ്റ്റ് പേഴ്സൺ നരേഷൻ എങ്ങനെ എഴുതണമെന്ന് ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്നതായിട്ട്, ഞാൻ ആ സദസ്സിലുണ്ടായിരുന്നതായിട്ട് നമ്മൾ സങ്കല്പിച്ച് എഴുതണം. ഞാൻ വേറൊരാളിനോട് കാര്യങ്ങൾ പറയുന്നതായിട്ട് എഴുതണം. ആ കൊട്ടാരത്തിൽ രാജാവ് എങ്ങനെയാണ് ഫൂളാക്കപ്പെട്ടത് എന്നുള്ളത് എഴുതാനാണ് ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കേട്ടിട്ട് നോട്ട്ബുക്കിൽ എഴുതുക. അപ്പോൾ കഴിഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ അനൗൺസ്മെൻറ്റ് എഴുതാനായിട്ട് തന്നിരുന്നു. സോ ദ Duke wanted to paint his portrait, so he asked Tile to get his portrait painted, but Tile wanted to see all the courtiers before painting the portrait. So he asked the Archduke to summon all the courtiers in the hall. Only then he can draw the picture. So this Archduke ordered the senior captain of the guards to summon everybody the next day in order to get the portrait painted. അത് ഓൺലൈൻ ക്ലാസ്സിൽ തന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നമ്മൾ അനൗൺസ്മെൻറ്റ് എഴുതുമ്പം റോയൽ പ്രൊക്ലമേഷൻ എന്ന് വേണമെങ്കിൽ ഒരു ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് തൊട്ട് താഴെ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, കുറച്ച് പോയിന്റ്സ് ഓൺലൈൻ ക്ലാസ്സിൽ തന്നിരുന്നു. അത് വെച്ച് നമുക്ക് തുടങ്ങാം. രാജകീയമായിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന വാക്ക് അതിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പം ആദ്യം റോയൽ പ്രൊക്ലമേഷൻ എന്ന് എഴുതാം. എന്നിട്ട് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ ഹിസ് ഹൈനസ് ദ ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ് hereby commands that all the courtiers, including Her Highness Captain of the Guards, all the noble generals, and everybody inside the palace to be assembled inside the banquet hall tomorrow morning at 10 a.m. before the newly appointed Flemish painter Tile Eulenspiegel in order to get his portrait painted. The Duke wanted to get his portrait painted so that his descendants may remember him after his death. This is in the command of our Lordship that this convening is made. So all of you please come. തൊട്ട് താഴെ ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ് എന്ന് എഴുതാം. ഒന്നുകൂടെ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അപ്പോൾ ഈ രീതിയിൽ വേണം അനൗൺസ്മെൻറ്റ് എഴുതേണ്ടത്. ഒരു 2-3 സെൻറ്റൻസേ പാടുള്ളൂ, നീണ്ടു പോകരുത്. അനൗൺസ്മെൻറ്റിന് സാധാരണ 3 മാർക്കായിരിക്കും. അപ്പം എങ്ങനെയാണ് അനൗൺസ്മെൻറ്റ് എഴുതുന്നത്? ഒരു അനൗൺസ്മെൻറ്റ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അത് ആഫ്റ്റർ the Archduke was being fooled, Tile strode away from the
hall and disappeared on his donkey. At that time, the Duke was very upset. So suddenly he made an announcement. അതായത് രാജാവിനെ കബളിപ്പിച്ചതിന് ശേഷം ടൈൽ അവിടെ നിന്ന് വിദഗ്ധമായി മുങ്ങി. അന്നേരം രാജാവിന് വളരെയധികം പരിഭ്രാന്തി ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ ഒരു വിളംബരം നടത്തുകയും ചെയ്തു. അതെങ്ങനെയാണെന്ന് നോക്കാം. മുമ്പ് ഒരു വർഷം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും റോയൽ അനൗൺസ്മെന്റ്. Ladies and gentlemen, His Highness the Battenberg Archduke was being fooled by a Flemish painter, Till Eulenspiegel, who had promised to paint his lordship's portrait. After 2 months of merriment and enjoyment, this fellow skipped away now without painting the portrait. His Highness is in a very depressed state now. He wanted to catch that cunning and tricky fellow. So those people who helped him to get that fellow back, or those people who helped the Duke to bring back that funny fellow will be given 100 gold coins as reward. Archduke of Battenberg. ഇങ്ങനെയും നമുക്ക് അനൗൺസ്മെന്റ് എഴുതാം. ഒരു 3-4 സെന്റൻസിൽ കൂടാൻ പാടില്ല. അപ്പോൾ ഈ രീതിയിൽ അനൗൺസ്മെന്റ് ചോദിക്കാം. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ടൈൽ, ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ്, ദെൻ ആർച്ച്ഡ്യൂക്ക്. ഇതിലേതെങ്കിലും ഒന്ന് 5 മാർക്കിന് വരും. പിന്നെ നരേഷൻ വരും. സപ്പോസ് യു നറേറ്റ് ദ ഹോൾ ഇൻസിഡൻറ്റ് ടു എ ഫ്രണ്ട്, അത് ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവിലായിരിക്കും വരുന്നത്. നരേഷൻ വരാൻ. പിന്നെ കോൺവെർസേഷൻ ബിറ്റ്വീൻ ടൈൽ ആൻഡ് ദ ഡ്യൂക്ക് at the beginning of the lesson. Then notice for the painting exhibition. Then all those things I have already discussed in the previous video. So I think all the question answers are clear to you. You have to study the question and answers given at the side of the textbook. ഇനി പേജ് 28-ലും 29-ലുമായിട്ട് ഒരു ചെറിയ ഗ്രാമർ പോർഷൻ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ടൈൽ റീച്ച്, എഡിറ്റിംഗ് ആണ്. പേജ് 21. ടൈൽ റീച്ച് ദ പാലസ് ഓഫ് ദ ആർച്ച്ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ്. ഹി ഹാഡ് ടു വെയിറ്റ്. അവിടെ ഹാഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഹോൾ പാസേജ് വായിച്ച് നോക്കുമ്പം ആദ്യത്തെ സെൻറ്റൻസിൽ നിന്നോ അടുത്ത സെൻറ്റൻസിൽ നിന്നോ ഏത് ടെൻസിലാണ് ഇത് എഴുതിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അതനുസരിച്ച് എഡിറ്റ് ചെയ്യാൻ തന്നിരിക്കുന്നതെല്ലാം പാസ്റ്റ് ടെൻസിലാക്കുക. അപ്പോൾ ഇവിടെ ഹാഡ് വന്നിരിക്കുന്നത് കൊണ്ട് റീച്ച് എന്നുള്ളത് റീച്ച്ഡ് ആക്കണം. അടുത്തത് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ്. അവിടെ ദയുടെ ടി ക്യാപിറ്റലാണ്. ഗാർഡ്സിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. GUARDS. അത് കറക്റ്റാക്കി എഴുതണം. പിന്നെ ദ ക്യാപ്റ്റൻ വാസ് പ്ലേയിങ് ചെസ്. അപ്പം ഭൂതകാലത്തിൽ നടന്ന സംഭവം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പാസ്റ്റ് കണ്ടിന്യൂസ് വേണം എഴുതാൻ. അതിൻ്റെ ഫോം എന്ന് പറയുന്നത് വാസ് പ്ലസ് വെർബ് പ്ലസ് ING. അപ്പോൾ ഇവിടെ പ്ലേ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ വാസ് പ്ലേയിങ് എന്ന് എഴുതണം. Then the captain of the guards stopped Tile on the gate, അല്ല at the gate. ഒരു പർട്ടിക്കുലർ പോയിന്റ് വരുമ്പോഴത്തേക്കും
അറ്റ് ആണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ലുക്ക് അറ്റ് എ പിക്ചർ ലൈക്ക് ദാറ്റ്. ഒരു പ്രത്യേക പോയിന്റ് എടുത്ത് പറയുമ്പം അറ്റ് വരും. ലാസ്റ്റ് വൺ പിക്ചറിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്, PICTURE. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എഡിറ്റിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാം, പിന്നെ ടെൻസ് തെറ്റിച്ച് തരാം, പങ്ക്ച്വേഷൻ മാർക്ക് തെറ്റിച്ച് തരാം, അതുപോലെ പ്രിപ്പോസിഷൻസ് തെറ്റിച്ച് വരാം. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പം ആദ്യത്തെ സെൻറ്റൻസിൽ നിന്നോ അവസാനത്തെ സെൻറ്റൻസിൽ നിന്നോ അല്ലെങ്കിൽ ആ ഹോൾ പാസേജ് 2 സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് ടെൻസിലാണ് കിടക്കുന്നത്. അതനുസരിച്ച് പാസ്റ്റ് ടെൻസ് ആക്കുക. പിന്നെ ക്യാപിറ്റൽ ലെറ്റർ ഇടുക. പങ്ക്ച്വേഷൻ മാർക്ക് കറക്റ്റ് ആയിരിക്കത്തില്ല. പിന്നെ പ്രിപ്പോസിഷൻ തെറ്റായിട്ട് തരാം, സ്പെല്ലിങ് തെറ്റായിട്ട് തരാം. പിന്നെ ടെൻസ് ഭൂതകാലത്ത് നടന്ന സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം വാസ് വരും. വാസ് പ്ലസ് വെർബ് പ്ലസ് ING. ഇത്തരം കാര്യങ്ങളാണ് എഡിറ്റിങ്ങിൽ ഉള്ളത്. പിന്നെ 28ാമത്തെ പേജിൽ noun phrase in the subject position, verb phrase in the noun phrase in the subject position, noun phrase in the object position എഴുതാൻ 2 കോളം കൊടുത്തിട്ടുണ്ട്. അത് ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് എടുത്തിട്ടില്ല. അപ്പം അതുകൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പം നൗൺ ഫ്രേസ് എന്ന് പറയുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട നൗണ് കാണും. ഫോർ എക്സാമ്പിൾ ബോയ്. അപ്പം അതാണ് ഹെഡ് നൗൺ എന്ന് പറയുന്നത്. അപ്പം അതിന് മുമ്പ് അഡ്ജക്റ്റീവ് വരാം, ആർട്ടിക്കിൾസ് ആയ എ ആൻഡ് ദ ഒക്കെ വരാം. പിന്നെ ഫ്യൂ, ഓൾ, വെരി, ഓൾ ഓഫ് യു, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വരാം. അപ്പം ഇതെല്ലാം കൂടെ ചേരുന്നതിനെയാണ് നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. എ ടോൾ ബ്യൂട്ടിഫുൾ ബോയ്, അവിടെ അത് മൊത്തം നൗൺ ഫ്രേസ് ആണ്. ഹെഡ് നൗൺ എന്ന് പറയുന്നത് ബോയ് ആണ്. അപ്പം അതിന് മുമ്പ് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന അഡ്ജക്റ്റീവ്, ടോൾ എന്ന് പറയുന്ന അഡ്ജക്റ്റീവ്, ആർട്ടിക്കിൾ എ ആൻഡ് ദ ഒക്കെ വരാം, ഫ്യൂ, ഓൾ ഓഫ് യു, ദെൻ അങ്ങനെയുള്ള വാക്കുകൾ, സമ്മ്, അങ്ങനെയുള്ള വാക്കുകൾ, ഇതെല്ലാം കൂടി ചേരുന്നതാണ് നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നൗൺ ഫ്രേസ് കണ്ടുപിടിക്കുന്നത്. ദ ബോയ്, അവിടെ ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ദ ഗേൾ, ദ ബ്യൂട്ടിഫുൾ ഗേൾ, അവിടെ ഹെഡ് നൗൺ എന്ന് പറയുന്ന ഗേൾ ആണ്, ബ്യൂട്ടിഫുൾ അഡ്ജക്റ്റീവ് ആണ്, അവിടെ ആർട്ടിക്കിൾ ദ വന്നിട്ടുണ്ട്. അപ്പം ആർട്ടിക്കിൾസ്, അഡ്ജക്റ്റീവ്സ്, അതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു പ്രധാനപ്പെട്ട ഹെഡ് നൗണും കൂടി വരുന്നതിനെയാണ് നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. എ ബ്യൂട്ടിഫുൾ ഗേൾ, എ ടോൾ ബോയ്, സം ഗുഡ് സ്റ്റുഡൻസ്, അവിടെ സ്റ്റുഡൻസ് ആണ് ഹെഡ് നൗൺ. സം ഗുഡ് എന്ന് പറയുന്നത് ഗുഡ് അഡ്ജക്റ്റീവ് ആണ്. അപ്പം ഇതെല്ലാം കൂടെ ചേരുന്നതാണ് നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ഇനി സബ്ജക്ട് പൊസിഷൻ എന്ന് പറയുമ്പോൾ ഡൂവർ ഓഫ് ദ ആക്ഷൻ, ആരാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നത് അവരെ സബ്ജക്റ്റ് എന്ന് പറയും. ആ ഡൂവർ ഓഫ് ദ ആക്ഷൻ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് അതിനെ പ്രെഡിക്കേറ്റ് എന്നും പറയും. ഇപ്പം ആരാണോ ഒരു പ്രവൃത്തി ചെയ്യുന്നത് അവരെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ആര് അല്ലെങ്കിൽ എന്തിനെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതാണ് ഒബ്ജക്റ്റ്. ആര് അല്ലെങ്കിൽ എന്തിനെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതാണ് ഒബ്ജക്റ്റ്. അപ്പം ഇനി അതിൽ ആ എക്സസൈസ് പേജ് നമ്പർ 28 ദ ആർച്ച് ഡ്യൂക്ക് ഓർഡേർഡ് ഓൾ ദ കോർട്ടിയേഴ്സ് ടു അസംബിൾ ഇൻ ദ ഹോൾ, അതാണ് ആദ്യത്തെ സെൻറ്റൻസ്. അവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. അതിൽ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ, ആരാണ് ഡൂവർ ഓഫ് ദ ആക്ഷൻ, ആരാണ് വിളിച്ചത്? ആർച്ച് ഡ്യൂക്ക് എല്ലാ സദസ്യരെയും ഹാളിൽ വരാൻ പറഞ്ഞു, വിളിപ്പിച്ചു. അപ്പോൾ ആർച്ച് ഡ്യൂക്കാണ് ഡൂവർ ഓഫ് ദ ആക്ഷൻ. ദ ആർച്ച് ഡ്യൂക്ക്, അവിടെ ആർച്ച് ഡ്യൂക്ക് ഹെഡ് നൗണും ദ ആർട്ടിക്കിളും വന്നിട്ടുണ്ട്.
അപ്പം അത് രണ്ടും കൂടി ചേർത്ത് ദ ആർച്ച് ഡ്യൂക്ക് എന്നിട്ടുള്ളതാണ് സബ്ജക്റ്റ് പൊസിഷനിലെ നൗൺ ഫ്രേസ്. ഇനി ആരെയാണ് വിളിപ്പിച്ചത്? എല്ലാ സദസ്യരെയും. ആരെ അല്ലെങ്കിൽ എന്തിനെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതാണ് ഓബ്ജക്റ്റ്. അപ്പം നൗൺ ഫ്രേസിൻ്റെ ഓബ്ജക്റ്റ് പൊസിഷൻ വരുമ്പം ഓൾ ദ കോർട്ടിയേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു കോർട്ടിയേഴ്സ് ഹെഡ് നൗൺ ആണ്, ദ ആർട്ടിക്കിളാണ്, ഓള്, സമ്മ്, ഫ്യൂ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വരാം. ഇതെല്ലാം കൂടെ ചേർത്താണ് നൗൺ ഫ്രേസ് ആയിട്ട് വരുന്നത്. അപ്പം ഇവിടെ the archduke ordered all the courtiers to assemble in the hall. അപ്പോൾ ഇവിടെ doer of the action the archduke ആണ്. അപ്പോൾ ആ നൗൺ ഫ്രേസ് സബ്ജക്റ്റ് പൊസിഷനിൽ വരും. ആരെയാണ് വിളിപ്പിച്ചത്? സദസ്യരെ. അപ്പം അത് ഓബ്ജക്റ്റ് ആയിട്ട് വരും. ആരെ അല്ലെങ്കിൽ എന്തിനെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതാണ് ഓബ്ജക്റ്റ്. അപ്പോൾ അവിടെ സബ്ജക്റ്റ് പൊസിഷനിലെ നൗൺ ഫ്രേസ് ദ ആർച്ച്ഡ്യൂക്കും ഓബ്ജക്റ്റ് പൊസിഷനിലെ നൗൺ ഫ്രേസ് ഓൾ ദ കോർട്ടിയേഴ്സ്. ഇനി അതിൻ്റെ അടുത്തൊരു സെൻറ്റൻസ് യു ക്യാൻ അഡ്മയർ മൈ വർക്ക്. അവിടെ സബ്ജക്റ്റ് യു മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വർക്കിനെ അഭിനന്ദിക്കാം. ആരെ അല്ലെങ്കിൽ എന്തിനെ? നിങ്ങൾക്ക് എന്തിനെ അഭിനന്ദിക്കാം? എൻ്റെ വർക്കിനെ. അപ്പോൾ അവിടെ സബ്ജക്റ്റ് ഡൂവർ ഓഫ് ദ ആക്ഷൻ എന്ന് പറയുന്നത് യു ആണ്. അപ്പോൾ സബ്ജക്റ്റ് പൊസിഷനിലെ നൗൺ ഫ്രേസ് യു ആണ്. അപ്പോൾ സബ്ജക്റ്റ് യു ആണ്. പിന്നെ മൈ വർക്ക്, എൻ്റെ വർക്ക്, നിങ്ങൾക്ക് എൻ്റെ വർക്ക് അഭിനന്ദിക്കാം. അപ്പം മൈ വർക്ക് എന്നുള്ളതാണ് ഓബ്ജക്റ്റ് പൊസിഷനിലെ നൗൺ ഫ്രേസ്. അതുപോലെ അതിൽ എല്ലാം നിങ്ങൾ എഴുതാൻ പഠിക്കണം. യു ക്യാൻ അഡ്മയർ മൈ വർക്ക്. ടൈൽ അഡ്രസ്ഡ് ദം എന്നുള്ളൊരു സെൻറ്റൻസ് അതിലുണ്ട്. സെക്കൻഡ് സെൻറ്റൻസ് ആണ്. അവിടെ ടൈലാണ് നൗൺ ഫ്രേസിൻ്റെ സബ്ജക്റ്റ് പൊസിഷൻ. പേര് മാത്രമായിട്ടും നൗൺ ഫ്രേസ് വരാം. ഐ, വി, യു, ദേ. അതുപോലെ പേര് മാത്രം, ഒരാളിൻ്റെ പേര് മാത്രവും വരാം. പിന്നെ ബോയ്, ഗേൾ ഇതെല്ലാം നൗൺ ഫ്രേസിൽ വരും. പിന്നെ അതിനു മുമ്പുള്ള അഡ്ജക്റ്റീവ്, ആർട്ടിക്കിൾസ്, അതുപോലെ ഡിറ്റർമിനേഴ്സ്, ഇതെല്ലാം ക്വാണ്ടിഫയേഴ്സ്, ഇതെല്ലാം കൂടെ ചേർത്താണ് നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ടൈൽ അഡ്രസ്ഡ് ദം, അവിടെ സബ്ജക്റ്റ് പൊസിഷനിലെ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് ടൈലാണ്. ടൈൽ ആരെ സംബോധന ചെയ്തു? അവരെ. ആരെ അല്ലെങ്കിൽ എന്തിനെ. അപ്പം ദം എന്നുള്ളത് മാത്രമാണ് ഓബ്ജക്റ്റ് പൊസിഷനിലെ നൗൺ ഫ്രേസ്. ഇത്രയും കാര്യങ്ങളാണ് പേജ് നമ്പർ 28 കോളത്തിൽ എഴുതാനുള്ള വർക്ക്. അപ്പം അതിൽ ഏകദേശം എല്ലാ വർക്കുകളും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അടുത്ത പാഠത്തിലോട്ട് പോകാം. എല്ലാവർക്കും ആ പാഠം മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക, അഡീഷണൽ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിക്കുക. അതുപോലെ ഓൺലൈൻ ക്ലാസ്സിൽ തന്ന വർക്കുകൾ, ഡയറി, കോൺവെർസേഷൻ, അനൗൺസ്മെൻറ്റ്, നറേറ്റീവ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, വേർഡ് മീനിങ്സ് ഇതെല്ലാം പഠിക്കുക. അപ്പോൾ ഈ പാഠത്തിൽ സംശയമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.